പകൽ സമയങ്ങളിൽ ജനത്തിരക്കേറിയ പൂടങ്കല് താലൂക്ക് ആശുപത്രിയിൽ രാത്രിയായാൽ കഥ മാറും. അർദ്ധരാത്രിയിൽ ഇവിടെയെത്തുന്ന രോഗികളെ കാത്തിരിക്കുന്നത് വിജനമായ ഒപിയും അടച്ചിട്ട ഗേറ്റുമാണ്. താലൂക്ക് ആശുപത്രി എന്ന പരിഗണന പോലുമില്ലാതെ രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാൻ അധികൃതർ തയ്യാറാകാത്തത് സാധാരണക്കാരായ നൂറുകണക്കിന് രോഗികളെയാണ് ദുരിതത്തിലാക്കുന്നത്. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചപ്പനി പടരുമ്പോഴാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഈ അനാസ്ഥ. ഒരു മാസം മുൻപ് നിർത്തിവച്ച രാത്രികാല ഒപി ഇതുവരെയായും പുനഃസ്ഥാപിച്ചിട്ടില്ല. മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലൊന്നായ പൂടങ്കല് താലൂക്ക് ആശുപത്രിയിൽ ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഗുരുതരാവസ്ഥയിൽ രാത്രികാലങ്ങളിൽ ചികിത്സ തേടി ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ദുരിതം മാത്രമാണ് മരുന്ന്. നമ്മുടെ താലൂക്ക് ആശുപത്രിയായിട്ട് ഇത്ര 8-10 വർഷത്തോളമായി. എങ്കിലും നമുക്ക് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഡോക്ടർമാരുടെ സേവനം കിട്ടുന്നേയില്ല. ഇവിടെ 10-14 ഡോക്ടർമാർ ഉണ്ടെന്നാണ് പറയുന്നത്. 14 ഡോക്ടർമാരുടെ തസ്തിക ഇവിടെ നിലവിലുണ്ട്. അവിടുന്ന് ഇവിടുന്നല്ല കൊല്ലത്തുനിന്ന് അല്ല തിരുവനന്തപുരത്ത് നല്ല ഡോക്ടർമാരോട് നിയമിക്കുന്നു. അവർ ഒരു 1-2 മാസം ഇവിടെ വന്ന് നിന്നിട്ട് അവർ ലീവ് എടുത്തിട്ട് PGക്ക് കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ മലയോര മേഖലയിൽ ആണ് അവർക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ പോകുന്നത്. അവർക്ക് നിയമനം കിട്ടി ഒരു മാസത്തിനുള്ളിൽ അവർ ലീവ് എടുത്തും PG മറ്റുള്ള ഡിഗ്രി കോഴ്സുകൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ പഴയതുപോലെ തന്നെ ആവും. അത് സ്ഥിരമായ സംവിധാനം ഡോക്ടർമാരെ നിയമിക്കേണ്ടതായ നല്ല ഡോക്ടർമാരെ നിയമിക്കണം. രാത്രികാലങ്ങളിൽ മലയോര മേഖലയിൽ അവിടുന്ന് എല്ലാം ഒരുപാട് കുട്ടികളും മറ്റ് അസുഖങ്ങളായിട്ട് നമുക്ക് ആകെ ആശ്രയം ഈ പൂടങ്കൽ ഹോസ്പിറ്റലിലും. ഇവിടുന്ന് പിന്നെ വിട്ടു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് പോകണം, കാഞ്ഞങ്ങാട് നിന്ന് മംഗലാപുരം പോകണം, അല്ലെങ്കിൽ കണ്ണൂർ പോകണം. എന്തായിട്ടും രാത്രികാലങ്ങളിൽ ഈ രോഗികളെ കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലമൊക്കെ ഇനി വരുമ്പോൾ അതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഒപിയിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം അത്യാവശ്യമാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമുക്കിവിടെ ഒരു മോർച്ചറി സൗകര്യം. നമ്മളിവിടുന്ന് മരിച്ച് ഒരു ബോഡി കൊണ്ട് നമ്മൾ ഈ ജില്ല മുഴുവൻ അല്ല ജില്ല കണ്ണൂരൊക്കെ നമ്മൾ പോവുക. ആ മരിച്ച ആളെ കൊണ്ട് ഇപ്പം എന്ന് പറയുന്ന നാട്ടിൽ മക്കളാരുമില്ല. ഒരു പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് തന്നെ പറയുന്നു ഡോക്ടർമാർ. അറ്റാക്കായി മരിച്ചാലും ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ ശേഷം ഹോസ്പിറ്റലിൽ എത്തിയാൽ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയും. മരിച്ച ഈ ബോഡി കൊണ്ട് നമ്മൾ ഇവിടുന്ന് ആദ്യം കാഞ്ഞങ്ങാട് പോകും. കാഞ്ഞങ്ങാട് പറ്റില്ല, സൗകര്യമില്ല എന്നാൽ കാസർഗോഡ് പോകും, അല്ലെങ്കിൽ മറ്റേ ജില്ലയായ കണ്ണൂർ ഇപ്പോൾ പെരിയാർത്തെ നമ്മൾ കൊണ്ടുപോകും. ഇവിടെ അതിനുള്ള സൗകര്യം പോലീസ് സർജനും അതിൻ്റെ ഡോക്ടർമാരും സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോഡി കൊണ്ട് നാട് വിട്ടേ പോയി നാട് മുഴുവൻ കൊണ്ടുപോകണ്ട. മരിച്ച ഒരാളെ കൊണ്ടാണ് നമ്മൾ ഈ നാട് മുഴുവൻ നമ്മൾ കൊണ്ടുപോകുന്നത്. മലയോര മേഖലയിലെ പാവപ്പെട്ടവൻ്റെ ഏക ആശ്രയ കേന്ദ്രമാണ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹോസ്പിറ്റൽ. ഒരുപാട് ആളുകൾ പണത്തൂർ മുതൽ ഏകദേശം കൊട്ടപ്പാറ വരെയുള്ള ആളുകൾ ഈ ചികിത്സാ കേന്ദ്രത്തെ ആശ്രയിക്കുന്നുണ്ട്. വളരെ സങ്കടം എന്ന് പറയട്ടെ, അടുത്ത കുറച്ച് മാസമായിട്ട് ഈ ഹോസ്പിറ്റലിൽ രാത്രികാല ഡോക്ടർമാരിൽ സേവനം കിട്ടുന്നില്ല. അത് വലിയൊരു ദുരന്തം തന്നെ പറയാം. പലപ്പോഴും അത്യാവശ്യം ഈ ഹോസ്പിറ്റൽ സമീപിക്കുമ്പോൾ ഡോക്ടറില്ല എന്ന് കേൾക്കുമ്പോൾ കാഞ്ഞങ്ങാട് വരെ എത്തുമ്പോഴേക്ക് ഈ രോഗിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആളുകൾ മരിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് നികത്തണമെന്ന് ആണ് ആവശ്യപ്പെടാനുള്ളത്. വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രി പൂടങ്കൽ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ രാത്രികാല ചികിത്സ ഇല്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. 15 ഡോക്ടർമാരാണ് ആസ്പത്രിയിൽ വേണ്ടത്. ഇപ്പോൾ ഉള്ളത് 6 പേർ മാത്രമാണ്. രാത്രികാല ചികിത്സ ഇല്ലാത്തതുകൊണ്ട് നൂറുകണക്കിന് രോഗികൾക്കാണ് ദുരിതം അല്ലെങ്കിൽ പ്രയാസമുണ്ടാകുന്നത്. ദിവസേന 500-ലധികം രോഗികളാണ് നിത്യവും താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. പനച്ചൂർ ഗ്രാമപഞ്ചായത്ത്, കള്ള ഗ്രാമപഞ്ചായത്ത്, കോതമ്പുറം ഗ്രാമപഞ്ചായത്ത്, ബളാല്, കുറ്റിക്കോൽ, ബോധക പഞ്ചായത്തുകളിലെയും അവിടെ തന്നെ കർണാടകത്തിലെ കരക്കെ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ രോഗികൾ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന പിന്നെ സ്ഥിതിയുണ്ട്. കൂടെ ഡോക്ടറില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് വളരെ പ്രയാസമാണ് രോഗികൾക്കുണ്ടാകുന്നത്. ഇത് അവസാനിപ്പിക്കാൻ ആവശ്യമുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഡോക്ടർമാരുടെ ആകെ 20 തസ്തികകളാണ് പൂടങ്കല് താലൂക്ക് ആശുപത്രിയിലുള്ളത്. എന്നാൽ മെഡിക്കൽ ഓഫീസർ അടക്കം 7 പേർ മാത്രമാണ് ഇപ്പോൾ സേവനത്തിനായുള്ളത്. ബാക്കിയുള്ള തസ്തികകളിൽ ഇനിയും ആളെ കണ്ടെത്താൻ അധികൃതർക്കായിട്ടില്ല. ഏപ്രിൽ 16 മുതൽ രാത്രി ഒപി 8 മണിവരെ മാത്രമാണ് പ്രവർത്തനം. ജില്ലയിൽ തന്നെ 170ഓളം തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത അവസ്ഥ. പൂടങ്കല്ലിൽ 2019 തന്നെ പ്രസവ വാർഡ് പൂർത്തിയായതാണ്.
വാർഡിലേക്ക് വേണ്ട തസ്തികകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആരെയും ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 7 പഞ്ചായത്തുകളിലെ രോഗികൾക്ക് ഒരുപോലെ ആശ്രയിക്കാൻ കഴിയുന്ന താലൂക്ക് ആശുപത്രിയിൽ എത്രയും വേഗം ആവശ്യത്തിന് ഡോക്ടർമാരെയും താലൂക്ക് ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ന്യൂസ് ലിങ്ക്, നാട്ടുവാർത്ത.